വൈകുന്നേരം 7 മണി. കാടിന്റെ ഇരുട്ട് പതിയെ ഞങ്ങളെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ഇന്നൊരു സാധാരണ ഈവനിങ് വാക്ക് അല്ല. പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നായ ഗ്ലോവോംസിനെ കാണാനാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് യാത്ര തിരിക്കുന്നത്. ഞങ്ങളെ വഴി നടത്തുന്ന പ്രോപ്പർട്ടി ഓണർ ടോണി ഒരു കാര്യം പറഞ്ഞു. ഈ വഴിയിലൂടെ ഇതുവരെ ഒരു ചെറിയ പെൺകുട്ടി മാത്രമേ നടന്നിട്ടുള്ളൂ. അത് കേട്ടപ്പോൾ നമ്മുടെ 6 വയസ്സുകാരി അന്നമ്മയുടെ മുഖത്ത് ഒരു പ്രത്യേക ആത്മവിശ്വാസം. ഇന്ന് അവൾ ഒരു യാത്ര മാത്രമല്ല നടത്തുന്നത്, ഒരു ചരിത്രം സൃഷ്ടിക്കുക കൂടിയാണ്. ചുറ്റും കനത്ത ഇരുട്ട്, ഫോൺ സിഗ്നൽ ഇല്ല, വെളിച്ചമില്ല, കാടിന്റെ ശബ്ദങ്ങളും ഞങ്ങളുടെ കാൽച്ചുവടുകളും മാത്രം. ഗ്ലോവോംസ് യഥാർത്ഥ പുഴുക്കളല്ല, ഒരു ചെറിയ ഈച്ചയുടെ ലാർവാഘട്ടമാണ്. ഇവ പുറപ്പെടുവിക്കുന്ന നീല കലർന്ന പച്ച വെളിച്ചം ചെറിയ പ്രാണികളെ ആകർഷിക്കാനുള്ളതാണ്. മുന്നോട്ട് നടന്നപ്പോൾ ഇരുട്ടിനിടയിൽ പതുക്കെ ചെറിയ ചെറിയ പ്രകാശങ്ങൾ തെളിയാൻ തുടങ്ങി. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ. ആ നിമിഷം ക്യാമറയിൽ പകർത്താൻ ഞങ്ങൾ ശ്രമിച്ചില്ല. കാരണം ഫ്ലാഷ് ലൈറ്റ് ഈ ജീവികൾക്ക് ദോഷകരമാണ്. ചില സൗന്ദര്യങ്ങൾ ചിത്രങ്ങളാക്കാനല്ല, നേരിട്ട് അനുഭവിക്കാനുള്ളതാണ്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ പലപ്പോഴും സ്ക്രീനുകളിൽ കാണാനാവില്ല. അവയെ കണ്ടെത്താൻ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇന്ന് രാത്രിയിൽ കാട് ഞങ്ങൾക്ക് അതിൻ്റെ സ്വന്തം നക്ഷത്രങ്ങളെ കാണിച്ചു തന്നു. അവസാന ഡയലോഗ് അന്നമ്മയുടേതാണ്. ആകാശത്ത് നക്ഷത്രങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ കാടിനുള്ളിലും നക്ഷത്രങ്ങളുണ്ടെന്ന് ഇന്ന് ഞാൻ അറിഞ്ഞു എന്ന്.